ഓം ശ്രീ വിരാട് വിശ്വബ്രഹ്മണി നമ. ഞാൻ ആചാര്യ അജയ് മംഗലത്ത് നിന്ന് പറഞ്ഞാട് 10/8/2020 ഞായർ മുതൽ 16/8/2025 ശനി വരെയുള്ള വാരഫലമാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത്. മേടക്കൂറാണ് ആദ്യമായി ചിന്തിക്കുന്നത്. അശ്വതി പണ്ണി കാർത്തികയുടെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ച വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകൾ വർദ്ധിച്ചു വരുന്നതാണ്. കർമ്മരംഗത്ത് ചില ആശ്വാസങ്ങൾ ഉണ്ടാകും. ആഗ്രഹിച്ച സ്ഥലം മാറ്റം, ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും. ഉന്നത പഠനം സാധ്യമാകുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലകരമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം. കുടുംബാംഗങ്ങൾക്കിടയിൽ ആശയവിനിമയങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാകണം. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണകരമാണ്. വീട്, വസ്തു, വാഹനം എന്നിവ ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും. ചികിത്സകളും ആവശ്യമായി വന്നേക്കാം. അടുത്തത് നമ്മൾ ഇടവക്കൂറാണ് ചിന്തിക്കാൻ പോകുന്നത്. കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി വരുന്ന ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും ഇടയാകും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനാകും. ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും തിളങ്ങാനാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണപ്രദമാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലകാലമാണ്. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലകാലമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വീട്ടിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. വിവാഹ കാര്യങ്ങൾ, വാഹനം അതുപോലുള്ള കാര്യങ്ങൾ വാങ്ങാനാകും. കുടുംബസംഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും. ഉദരസംബന്ധമായ അസ്വസ്ഥത ഉണ്ടായേക്കാം. അടുത്താണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മിഥുനക്കൂറാണ്. മകേരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർത്തത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ചയിലെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ആശയവിനിമയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മേലധികാരികളുമായി നല്ല സൗഹൃദമായി യോജിച്ചു പോകാനാകണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും. ആത്മവിശ്വാസ കൂടുതലുണ്ടാകും. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. വാഹന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അമ്മയുടെയും ജീവിത പങ്കാളിയുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കുക. മഹാവിഷ്ണു തൃക്കൈവെണ്ണ സമർപ്പിക്കുക. ശിവാഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കർക്കിടക്കൂറാണ്. പുണർത്തത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടക്കൂറുകാർക്ക് ഈ ആഴ്ചയിലെ വരുമാന വർധനം ഉണ്ടാകും. ശുഭചെലവുകൾ വർദ്ധിച്ചു നിൽക്കും. തൊഴിൽ മാറ്റം, ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ്. ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടും. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും. വിദേശ തൊഴിലുകളിലും ഗുണകരമാണ്. ബിസിനസ് രംഗത്ത് അനുകൂലഭാരമാണ്. പഠിതാക്കൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. ജീവിത പങ്കാളിയുമായ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ചെലവുകൾ വർദ്ധിക്കും. വീട് പുതുക്കിപ്പണിയുന്നതിനും വാഹന സംബന്ധമായ ചെലവുകൾ വന്നു ചേരാൻ ഇടയുണ്ട്. കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. സഹോദരങ്ങളോ സുഹൃത്തുക്കളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാൻ ഇടയുണ്ട്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക. അടുത്താണ് നമ്മൾ ചിന്തിക്കുന്നത് ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്തരത്തിന്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ചയിലെ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. ആഗ്രഹ സാഫല്യത്തിനായ ധനച്ചെലവുകളും വന്നു ചേരും. കർമ്മരംഗത്ത് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാനാകും. മടി മാറ്റിവെക്കും. ടെസ്റ്റുകളും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും. ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ്. വിദേശ വിപണനം സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലകരമാണ്. വാഹനകാര്യങ്ങൾക്ക് അനുകൂലകരമാണ്. പ്രണേതാക്കൾക്കും ഗുണപ്രദമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായാലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്.
പിടിവാശി ഒഴിവാക്കുക. കുടുംബസംഗമം സഹോദരങ്ങളുമായി സ്നേഹബന്ധം പുലർത്തുവാനുമാകും. മക്കൾക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം. ശരീരത്തിന് സുഖക്കുറവ് അനുഭവപ്പെടാം. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും. നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. മൃത്യുഞ്ജയ മന്ത്രത്താൽ അർച്ചന, ചൊവ്വാഴ്ച ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. അടുത്ത നമ്മൾ ചിന്തിക്കുന്നത് കന്നിക്കൂറ്. ഉത്തരത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച വരുമാന വർധനവ് പ്രതീക്ഷിക്കാം. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. തൊഴിലുകളിൽ തിളങ്ങാനാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. കുടുംബ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും. പഠനത്തിൽ മികവ് പുലർത്താനാകുന്നതാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണതാക്കളുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം. വീട്, വസ്തു, വാഹനം എന്നിവ ബന്ധപ്പെട്ട കാര്യങ്ങളെ അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അമ്മയുടെയും അച്ഛൻ്റെയും നല്ല സ്നേഹബന്ധം പുലർത്തിക്കൊണ്ടു പോകാനാകും. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനാകും. രോഗശമനം ഉണ്ടാകുമെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കും. മൈഗ്രെയിൻ പോലെയുള്ള രോഗങ്ങൾ അലട്ടാൻ ഇടയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനവും നെയ്യഭിഷേകവും സമർപ്പിക്കുക. ചൊവ്വാഴ്ച ദേവീക്ഷേത്ര ദർശനവും ചുവന്നകാരവും സമർപ്പിക്കേണ്ടതാണ്. അടുത്താണ് നമ്മൾ ചിന്തിക്കുന്നത് തുലാക്കൂറ്. ചിത്രയുടെ രണ്ടാം പകുതിയും ചോതി, വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതിനും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഭാഗ്യ അനുഭവങ്ങളും സുഖസൗകര്യങ്ങളും വർദ്ധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ഉത്തരവാദിത്തം കൂടുതൽ അനുഭവപ്പെടും. ബിസിനസ് പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ്. വിദേശ വിപണനം സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തിളങ്ങാനാകും. മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയബന്ധം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകണം. ധനച്ചിലവുകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. രോഗശമനം ഉണ്ടാകുമെങ്കിലും ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ചികിത്സകൾ വരെ വേണ്ടി വന്നേക്കാം. നാഗത്താന്മാർക്ക് മഞ്ഞൾ അഭിഷേകം, ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. അടുത്താണ് നമ്മൾ ചിന്തിക്കുന്ന വൃശ്ചികക്കൂറ്. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിലം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച ധനാഗമനം ഉണ്ടാകുമെങ്കിലും ചില ധന ഇടപാടുകളിൽ തടസ്സം നേരിടുന്നതാണ്. കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കണം. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധയിരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധയിരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടാം. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സം നേരിടാം. പ്രണേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധത്തെ പുലർത്തി മുന്നോട്ട് പോകാനാകും. സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാൻ ഇടയുണ്ട്. ചില ഇൻഫെക്ഷനുകൾ ഉണ്ടാകാനും ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും അയ്യപ്പസ്വാമിക്ക് എള്ള്, പായസം എന്നിവ സമർപ്പിക്കുകയും ചെയ്യുക. അടുത്താണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ധനുക്കൂറ്. മൂലം, പൂരാട, ഉത്തരാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന ധനുക്കൂറുകാർക്ക് ഈ ആഴ്ച സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. ദൂരയാത്രകൾക്കും ആഡംബര വസ്തുക്കൾക്കും ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ്. കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും. അധികാരപ്രാപ്തി, അനുകൂല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭകരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂവിലും വിജയിക്കാനാകും. വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. പ്രണേതാക്കൾക്ക് ഗുണപ്രദമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. അച്ഛനും അമ്മയും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. രോഗശമനം ഉണ്ടാകുമെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അച്ഛൻ്റെയും ജീവിത പങ്കാളിയുടെയും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാഭിഷേകം, ശിവ അഷ്ടോത്തരം നിത്യം ജപിക്കുകയും ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് മകരക്കൂറ്. ഉത്തരാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം,
അവിട്ടത്തിന്റെ ആദ്യ പകുതി വരുന്ന മകരക്കൂറുകാർക്ക് ഈ ആഴ്ച ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. വീട്ടിലെ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും അങ്ങനെ ശുഭചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധയെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. പഠിതാക്കൾക്ക് കഠിന പ്രയത്ന ഫലം കാണാനാകും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണേതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ദമ്പതിമാർക്കിടയിലെ മാനസിക പ്രശ്നങ്ങൾ വർദ്ധിക്കും. കുടുംബാംഗങ്ങൾക്കിടയിലെ ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധയെടുത്തേണ്ടതാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിത പങ്കാളിയുമായ ആരോഗ്യകാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകണം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം ദിവസവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. അടുത്താണ് നമ്മൾ ചിന്തിക്കുന്നത് കുംഭക്കൂറും. അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം, പൂരട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ചയിലെ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. ധനച്ചെലവുകളും വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് മേലധികാരികളുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും. ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ശത്രുശല്യം കുറയാം. ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് പ്ലാൻ ചെയ്യുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും. എന്നാൽ പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മോടി പിടിപ്പിക്കുന്നതിനും അങ്ങനെ ശുഭചെലവുകൾ വർദ്ധിച്ചു നിൽക്കും. അച്ഛനും അമ്മയും നല്ല സന്തോഷബന്ധം പുലർത്തിക്കൊണ്ടു പോകാനാകും. ശരീരത്തിന് സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കം വർദ്ധിക്കുവാനും സ്കിൻ പ്രോബ്ലം അലട്ടാനും ഇടയുണ്ട്. ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുക. അടുത്താണ് നമ്മൾ ചിന്തിക്കുന്നത് മീനക്കൂറ്. പൂരട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ കർമ്മരംഗത്ത് ഉയർച്ച, സുഖാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുകയും ചെയ്യും. സഹപ്രവർത്തകരുടെ സഹകരണവും സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളും മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുരോഗതി പ്രതീക്ഷിക്കാം. മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും. പഠിതാക്കൾക്ക് ഗുണപ്രദമാണ്. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേടുന്നതാണ്. ജീവിത പങ്കാളിയുമായി ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രണേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും. പിതൃസ്വത്തുക്കളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. വീട് മാറുന്നതിനും വാഹനം മോടി പിടിപ്പിക്കുന്നതിനും ഇടയാകും. സന്താനങ്ങൾ ഉയർച്ചയ്ക്ക് കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. ഉറക്കക്കുറവ്, ഭയം എന്നിവ മാറിക്കിട്ടും. അയ്യപ്പസ്വാമിക്ക് എള്ളഭിഷേകം, ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനവും കടുംപായസം, ഭഗവതി സേവ എന്നിവ സമർപ്പിക്കുക. എന്നെ ശ്രമിച്ച എല്ലാ സജ്ജനങ്ങളെയും പ്രപഞ്ചസൃഷ്ടാവായ വിശ്വകർമ്മ പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.